കുട്ടുവിനോട് വിനീത് വല്ലാത്തൊരു ചതി ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. കുട്ടുവിന് തന്നിരിക്കുന്ന വേഷം ഒരു ലുങ്കിയും ഒരു മോശം ഒരു ഷർട്ടും, ബാക്കിയുള്ളവർക്കും നല്ല പാൻസും ഷർട്ട്സും ഒക്കെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അത് സിനിമ തുടങ്ങുമ്പോഴേ തന്നെ മണ്ണും ചാരിയെന്നവൻ കൊണ്ടുപോയി. ഈ കഥാപാത്രം എങ്ങനെ ഗുണം ചെയ്തു കുട്ടുവിന്? ഈ 4 പേര്, പ്രകാശനും സന്തോഷും പ്രവീണും പുരുഷനുമാണ് അവന്റെ ജീവിതം. വേറെ ഒന്നുമില്ല. അവരെ നമ്മൾ ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് കുട്ടുവിന്റെ. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാനും ഒന്നാമത് സോൾവ് ചെയ്യാനും അവരോട് പോകാനും കുട്ടുമുണ്ട്. അപ്പം അതിന്റെ ഒരു കാരണം കൊണ്ടാണ് ഈ കൈലിയും ടീഷർട്ടും വന്നത്. ഒന്നാമത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇച്ചിരി ഡീസന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകേണ്ടി വരുമ്പോൾ സന്തോഷിന്റെ പാന്റ് കടം വാങ്ങിച്ചോണ്ട് കൊട്ടു പോണേ. പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടുവിന് അങ്ങനെ ഉണ്ടായിരുന്നേ ഉള്ളൂ. പിന്നെ കുട്ടു വേണ്ട, അതിനി വേണ്ട, പെണ്ണ് വേണ്ടാന്ന് തീരുമാനിച്ചു. കള്ളുടിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതാണ് ലൈഫ്. കുറെ മണ്ടന്മാരുണ്ട്. 3-4 വർഷം കോളേജിൽ പഠിച്ചിട്ട് കോളേജ് തീരുന്ന ദിവസം വൈകുന്നേരം 4 മണിക്ക് തന്നെ ഇറങ്ങി ഓടും ഏതെങ്കിലും കമ്പനി കയറാൻ. പിന്നെ ജോലി, പ്രാരാബ്ദം, കുടുംബം. അല്ല, കുറെ ജീവിത വീക്ഷണമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തിനോ ചുറ്റപ്പെട്ട ഒരു സംഭവമാണ് പ്രണയം എന്നൊക്കെ, ഒരു ജീവിത വീക്ഷണങ്ങൾ. അത് കഷ്ടപ്പെട്ടാ ഞാൻ പഠിച്ചത്. ഇപ്പൊ അതൊന്നുകൂടെ പറയാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. ഈ ഗായകന്റെ കഥാപാത്രം സന്തോഷം ചെയ്യുമ്പോഴും വിനീതാണ് സംവിധായകൻ. വിനീത് ഓൾറെഡി ഗായകനായിട്ടാണ് രംഗത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ വിനീതേട്ടൻ ആക്ച്വലി ഒരു ഗായകനായ കാരണം എനിക്ക് ഓരോ ഷോട്ട് എടുക്കുന്ന സമയത്തും വിനീതേട്ടൻ്റെതായ സജഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഒരു ഡയലോഗ് പറയുമ്പോൾ അതെങ്ങനെ പറയണം, അതപ്പൊ പാട്ട് ക്ലൈമാക്സ് സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ എങ്ങനെ പാടണം, അതിന്റെ ഫീൽ എന്താണ്, എന്തുമാത്രം എനർജി വേണം, അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടന് കുറച്ചും കൂടി കംഫോർട്ട് ആയിട്ടുണ്ടാവും തോന്നുന്നു. വിനീതേട്ടൻ തന്നെ റിയൽ ലൈഫിലൊരു സിംഗർ ആയതിനാൽ ഏകദേശം വിനീതേട്ടന്റെ പോലത്തെ ഒരു ക്യാരക്ടറാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിനീതേട്ടന് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് പറഞ്ഞുതരാൻ. അപ്പോൾ വിനീതേട്ടന് അത് പറഞ്ഞാൽ ഉൾക്കൊണ്ട് ചെയ്തെന്നാണ്. അല്ലാതെ ഞാൻ അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പാട്ട് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. തിയേറ്ററുകളിൽ നിങ്ങൾ മിക്കവാറും അധിക ഷോകളിലും ഉണ്ടാവാറുണ്ടല്ലോ. എങ്ങനെയായിരുന്നു തിയേറ്ററിലെ ആദ്യ ഷോയുടെ ഒരു പ്രതികരണം ജനങ്ങൾ നിങ്ങളെ കാണുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? തിയേറ്ററിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആളുകൾ ഇതെങ്ങനെ സ്വീകരിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യും. പക്ഷെ ഒരു തുടങ്ങിക്കഴിഞ്ഞ ഒരു നല്ല സപ്പോർട്ടും നല്ല പ്രതികരണമായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരും വളരെ നമ്മൾ പ്രതീക്ഷയിലും അപ്പുറം പോയി തിരിച്ച് ഇങ്ങോട്ട് ഉള്ള റിയാക്ഷൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതില് ഈ എല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് പുരുഷന് മാത്രമേ പ്രണയമുള്ളൂ നടത്തും അല്ലെ? പുരുഷന് മാത്രമേ ഒരു നായികയുള്ളൂ കൃത്യമായിട്ട്. വിനീതിന് പ്രത്യേക സ്നേഹം പുരുഷോട് ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ഓഡിഷന് പുരുഷ വന്ന സമയത്ത് ഒരു സ്പോട്ട് ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതില് ഇവൻ അഭിനയിച്ചത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും, നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്ത ആൾക്കാർ, നമ്മുടെ കൂടെ ഉണ്ട് 1-2 പേര്, ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സെലക്ഷന് വേണ്ടിയിട്ട് ക്യാമ്പിൽ ഇവനെ വിളിച്ച സമയത്ത് ഇവൻ ലണ്ടനിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോ അപ്പോഴേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, പുരുഷന് വേണ്ടി 10-20 ആൾക്കാരുണ്ട് സെലക്ഷൻ ആയിട്ടില്ല, എന്നാലും പുരുഷന് വേണ്ടിയിട്ട് കണ്ട ആളുകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഭഗത്തിന്റെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇവന്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു, പിന്നെ ഇവനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പല ചോയ്സസ് ഉണ്ടാവും, അതിലേത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത് നമ്മളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലണ്ടനിൽ പോകാനിരുന്ന ആളെ വലിച്ചു പിടിച്ചു കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാണ്. പിന്നെ ഒരു കള്ളക്കാമുകൻ എന്ന് പറയുന്ന ഒരു സംഗതി ഭഗത്തിന് വരാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അതവൻ ഈസി ആയിട്ട് ചെയ്തു. ഭഗത്തിന് എങ്ങനെ ഈ ഒരു ആദ്യ സിനിമയിൽ തന്നെ നായിക കൂടി കിട്ടിയ ഒരു കഥാപാത്രം എന്താ പറയുന്നത്? ഈ പെൺകുട്ടി അടുത്ത് വന്ന് നിൽക്കുമ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു പെൺകുട്ടിയുടെ കൂടെയുള്ള അഭിനയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു.
പിന്നെ വിനീതനാണ് ആ സമയത്തല്ല ഇപ്പൊ എനിക്ക് നന്ദിച്ചു കുഴപ്പമുണ്ടാവില്ല ഫുൾ ടൈം കൂടുന്നു. പക്ഷെ മാളവിക ശരിക്കും പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയി. പുത്തൻ പടം brought to you in association with ഏകദേശം ഒരേ ഏജിലുള്ള ആൾക്കാർ ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ ഇതൊക്കെ സെറ്റിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഈ നടിക്കൊപ്പം ക്യാമറയും ചാട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവം ഇതിന് പിന്നിലുള്ള രസകരമായ അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രസാദ്. ഇപ്പോ ഞങ്ങളുടെ ടൈലന്റ് സീക്വൻസ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ പ്രകാശൻ ഇങ്ങനെ ഒരു നല്ലൊരു ഹൃദയം തുറന്നുള്ളൊരു ചിരി ചിരിക്കണം. അപ്പൊ ഹൃദയം തുറന്നുള്ളൊരു ചിരി കിട്ടുന്നേ ഇല്ല. ഞാൻ ലാസ്റ്റ് പ്രകാശിന്റെ അടുത്ത് പറഞ്ഞു, ആരുപേരും നിന്റെ ഫ്ലെക്സ് വെച്ചിരിക്കാന്ന് ആലോചിക്കണം. അപ്പൊ ഒരു ചിരി ഉണ്ടായിരുന്നു, റെഡി ടേക്ക്. അങ്ങനെയാണ് ആ ഷോട്ട് കിട്ടിയത്. കുട്ടുവിന്റെ ഭാഗത്തുനിന്നും കുട്ടുന്റെ ഒരുപാടുണ്ടായിരുന്നു. കുട്ടുമായിട്ട് ഞാൻ ഉടക്കായിരുന്നു. കുട്ടു തന്നെ പറയും. മാഹി പാലത്തിൽ നമ്മൾ മാന്യമഹാജനങ്ങൾ ഷൂട്ട് ചെയ്യുക. പാലത്തിന്റെ അകത്ത് പീക്ക് ടൈമാണ്, ട്രാഫിക്കിന്റെ ഉച്ച സമയം. രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്തേക്കുക. ലിറിക്സ് നമുക്ക് കിട്ടി, പക്ഷെ ഭയങ്കര കട്ടിയുള്ള ലിറിക്സാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. എത്ര നോക്കിയിട്ടും എനിക്ക് ഇച്ചിരി കാണാപ്പാടം പഠിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടുള്ള കൂട്ടത്തില്ല. ഇത് എത്ര ആണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒക്കെ തെറ്റും. എനിക്ക് കിട്ടിയത് ലിറിക്സ് ഏതാ? ഉപരിപഠനം അല്ലല്ല, അതിന്റെ തൊട്ടുമുമ്പത്തെ അതേപോലെ പോയകാല ചരിതമെല്ലാം പുസ്തകത്താളുകളിൽ ലിഖിത നിയമം പരിപണം നേടുവാൻ ഇതാണ് പുസ്തകം. അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ട് അവിടെ ചെന്ന് മറന്നുപോയി. സംഭവം ക്യാമറയൊക്കെ സുസാറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആക്ഷൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇത് മറന്നു എന്ന് പറഞ്ഞു. സംവിധായകൻ വന്ന് നടുക്കോട്ട് വന്ന് രണ്ട് വലിയ വ്യക്തികളെയൊക്കെ പറഞ്ഞ് ഒരു ഫയറിംഗ് ആയിരുന്നു. ഞാനും പുരുഷു അതാണ് കൊണ്ടത്. സിനിമയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗഹനമായ ജീവിത വീക്ഷണങ്ങൾ എന്നാൽ ലളിതമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ അച്ഛൻ സിഗരറ്റ് പുകച്ചതുപോലെ ഒരുപാട് പുകയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? അയ്യോ, ഞാൻ സിഗരറ്റ് വലിക്കില്ല പ്രസാദ. പക്ഷെ തല പുകച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതില് സ്ക്രീൻ റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ക്ലീഷേഡ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടാവും, ഒരുപാട് സീനുകളുണ്ടാവും. ആ സീനുകൾ തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് പുരുഷന്റെ കല്യാണം, അതില് രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടുന്ന ഒരു സീൻ ഉണ്ടാവും. ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന അവിടുന്ന് ഒരു കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കളുടെ. അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് നമ്മൾ പടത്തുനിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ, അതുപോലെ സ്ഥിരം കാണുന്ന എന്താ പറയാ ക്ലീഷേ സിറ്റുവേഷൻസ് ഒരുപാട് നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. മംഗലം കൂടാ നമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഇന്റെ മംഗലം കൂടാ നമ്മളുണ്ട് ചങ്ങായി. പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി, പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി. 100 കൊല്ലം ഒരുമിച്ച് ഇങ്ങനെ സന്തോഷായിട്ട് ജീവിക്കണടാ ചങ്ങായി.